നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. ദേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ബസ് സ്റ്റോപ്പ് ഇടിച്ചു തകർത്തു. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെയാണ് സംഭവം. കോലഴിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. മിനി ലോറി ടോറസിലിടിച്ച് നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി വാടനപ്പള്ളിയിൽ നടത്തിയ പരിശോധനയിൽ ഒരാൾ പിടിയിൽ. കേരള സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കൊരട്ടി പഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിന്റെ 41ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. അന്നനാട്ടിലെ 5, 6, 7, 8 വാർഡുകളിലെ നാടിന്റെ സേവന സേനയായ ഹരിത സേനാംഗങ്ങളെ ആദരിച്ചു. വിശദമായ വാർത്തയിലേക്ക്. വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. തിരുത്തിപ്പറമ്പ് കനാൽ പാലത്തിന് സമീപം താമസിക്കുന്ന മോഹനൻ, മകൻ ശ്യാം എന്നിവർക്കാണ് വെട്ടേറ്റത്. നിരവധി കേസുകളിൽ പ്രതിയായ വടക്കാഞ്ചേരി സ്വദേശി രതീഷ്, അരവൂർ സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം പിടിയിലായത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രി 8 മണിക്കായിരുന്നു സംഭവം. നിരവധി കേസുകളിൽ പ്രതിയായ രതീഷും കൂട്ടാളി ശ്രീജിത്തും മോഹനന്റെ വീട്ടിലെത്തി മകൻ ശ്യാമിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. ശ്യാമിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ചെന്നതായിരുന്നു പിതാവ് മോഹനൻ. ഇതോടെ സംഘം മോഹനന് നേരെ തിരിഞ്ഞു. ഇരു കൈകളിലും വാളേന്തിയായിരുന്നു രതീഷ് മോഹനനെ ആക്രമിച്ചത്. പുറത്തും നെഞ്ചിലും വെട്ടേറ്റ മോഹനനും മകൻ ശ്യാമും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോഹനന്റെ കുടുംബവുമായി രതീഷിന് നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ആക്രമണം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി ഇന്നലെ തന്നെ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെയാണ് വടക്കാഞ്ചേരിക്കടുത്തുള്ള പൂമലയിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയത്. ദേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ബസ് സ്റ്റോപ്പ് ഇടിച്ചു തകർത്തു. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെയാണ് സംഭവം. ചെറുതുരുത്തി സ്വദേശിയായ യുവാവ് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ചെറുതുരുത്തി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് അതിവേഗം ഇടിച്ചു കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കാറിലെ എയർബാഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതിനാൽ യുവാവ് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. എന്നാൽ അപകടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. കോലഴിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. മിനി ലോറി ടോറസിലിടിച്ച് നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന പട്ടാമ്പി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിലേക്കാണ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറിയത്. അപകടത്തിൽ കാർ ഭാഗികമായി തകർന്നു. കാറിലുണ്ടായിരുന്ന പട്ടാമ്പി സ്വദേശികളായ 5 പേർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി വാടനപ്പള്ളിയിൽ നടത്തിയ പരിശോധനയിൽ ഒരാൾ പിടിയിൽ. ചേറ്റുവ കടവിലുള്ള റോഡരികിൽ കല്ലുമക്കായ കക്കയിറച്ചി വിൽപ്പന നടത്തുന്നതിന്റെ മറവിൽ വിൽപ്പന നടത്താനായി സൂക്ഷിച്ചിരുന്ന ഹാഷിഷ് ഓയിലുമായാണ് ഏങ്ങണ്ടിയൂർ സ്വദേശിയായ വെങ്കിടി വീട്ടിൽ 36 വയസ്സുള്ള അഖിൽ എന്നയാളെ പിടികൂടിയത്. വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജ്കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ സുനീഷ് NR എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കേരള സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കൊരട്ടി പഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാഥയ്ക്ക് കൊരട്ടി സെന്റർ, മഞ്ഞളിക്കെട്ട്, ദേവമാത, വഴിച്ചാൽ, ചിറങ്ങര എന്നിവിടങ്ങളിൽ സ്വീകരണം.
ജാഥയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ നവകേരള ശുചിത്വ മിഷൻ ഡയറക്ടർ ദ്വിതിക സി നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു. പാലക്കാട് IRTC മേഖലാ കോർഡിനേറ്റർ വി കെ സോമനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ശുചിത്വ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഹരിത സ്ഥാപനങ്ങൾക്കുള്ള അവാർഡ് പ്രഖ്യാപനം, ശുചിത്വ കവല പ്രഖ്യാപനം, കൊരട്ടി പള്ളിയെ ഹരിത തീർത്ഥാടന ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കൽ, ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനം, ഹരിത അങ്കണവാടികൾ, ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം എന്നിവ സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്തിലെ മികച്ച ഹരിത സ്കൂളായി കൊരട്ടി പഞ്ചായത്ത് സ്കൂളിനെയും ഹരിത സ്ഥാപനമായി പൊങ്ങി നൈപുണ്യ കോളേജിനെയും മികച്ച ഹരിത വാർഡായി വാർഡ് 12 ചെറ്റാരിക്കലിനെയും തെരഞ്ഞെടുത്തു. ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങളിലെ മികവിന് കൊരട്ടി പഞ്ചായത്ത് ഹരിത കർമ്മസേനയെ ആദരിച്ചു. കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, സ്ഥിരം സമിതി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത KS, ജോമോൻ ജേക്കബ്, പഞ്ചായത്ത് അംഗങ്ങളായ ഗ്രേസി സക്കറിയ, വർഗീസ് പയ്യപ്പിള്ളി, PG സത്യപാലൻ, ഷിമ സുദിൻ, ലിജോ ജോസ്, PS സുമേഷ്, റെയ്മോൾ ജോസ്, ജൈനി ജോഷി, പോൾ സി പോൾ, MR രമ്യ എന്നിവർ പ്രസംഗിച്ചു. മാർച്ച് 30-നാണ് കൊരട്ടി പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിന്റെ 41ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. പുതുക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥികളായി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സരിത രാജേഷ് എന്നിവർ പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സെബി കൊടിയൻ, സോമസുന്ദരൻ, വാർഡ് മെമ്പർമാരായ CP സജീവൻ, ഫിലോമിന ഫ്രാൻസിസ്, SNDP യോഗം പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ, വടക്കേത്തുറവ് ശാഖ സെക്രട്ടറി PR തിലകൻ, വൈസ്മെൻ ക്ലബ് പുതുക്കാട് ഭാരവാഹികളായ സുരേഷ് KL, K മുരളീധരൻ ചേലാട്ട്, വർഗീസ് കൊക്കാടൻ, തൊറവ് കൂട്ടായ്മ കൺവീനർ വർഗീസ് തെക്കേതല, PTA പ്രസിഡന്റ് ഹരി പേടേരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ ഡയറക്ടർ PR വിജയകുമാർ സ്വാഗതവും MPTA പ്രസിഡന്റ് സംന നിതിൻ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് കൊച്ചു പ്രതിഭകളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അന്നനാട് ഗ്രാമീണ വായനശാലയിലെ വനിതാ വേദിയുടെയും അവളിടം യുവതി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ നാടിന്റെ അന്നനാട്ടിലെ 5, 6, 7, 8 വാർഡുകളിലെ നാടിന്റെ സേവന സേനയായ ഹരിത സേനാംഗങ്ങളെ ആദരിച്ചു. വായനശാല വൈസ് പ്രസിഡന്റും വനിതാവേദി കൺവീനറുമായ LC സച്ചിദാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി ചെയർപേഴ്സൺ ഓമന കൃഷ്ണൻകുട്ടി സ്വാഗതം ആശംസിച്ചു. 5ാം വാർഡ് മെമ്പറും കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ രാഖി സുരേഷ്, 7ാം വാർഡ് മെമ്പർ മോളി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹരിതസേനാംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ സദസ്സുമായി പങ്കുവച്ചു. അവളിടം യുവതി ക്ലബ് കൺവീനർ രേഷ്മ രാമനാഥൻ നന്ദി പ്രകാശിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 20 രൂപ കൂടി ഗ്രാമിന് 8310 രൂപ, പവന് 66,480 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരിയിൽ അച്ഛനെയും മകനെയും വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. ദേശമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ബസ് സ്റ്റോപ്പ് ഇടിച്ചു തകർത്തു. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെയാണ് സംഭവം.
കോലഴിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. മിനി ലോറി ടോറസിലിടിച്ച് നിയന്ത്രണം തെറ്റി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി വാടനപ്പള്ളിയിൽ നടത്തിയ പരിശോധനയിൽ ഒരാൾ പിടിയിൽ. കേരള സംസ്ഥാനം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കൊരട്ടി പഞ്ചായത്തിൽ ശുചിത്വ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിന്റെ 41ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. അന്നനാട്ടിലെ 5, 6, 7, 8 വാർഡുകളിലെ നാടിന്റെ സേവന സേനയായ ഹരിത സേനാംഗങ്ങളെ ആദരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.